നല്ല മമ്മി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്രാസ് ഹാപ്പി ട്രെയിൻ. ഇത് ഞാൻ അമേരിക്കയിലേക്ക് തിരിച്ചു വരുന്നതിന് മുന്നുള്ള കുറച്ച് ഡേയ്സിലൊരു വ്ളോഗാണ്. നാട്ടിലല്ല, ചെന്നൈയിലത്തെ വ്ളോഗാണ്. ഞാനിവിടെ നിന്ന് നാട്ടിൽ പോകുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നാട്ടിൽ പോയാൽ ഒരുപാട് ടൈം കിട്ടും. ഇപ്പോൾ വ്ളോഗൊക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറേ വ്ളോഗൊക്കെ എടുക്കാം, കുറേ വീഡിയോസൊക്കെ ഇടാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം നമ്മൾ വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല. നമുക്ക് ഈ വ്ളോഗൊക്കെ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ വ്ളോഗൊന്നും എടുക്കാൻ തോന്നില്ല. ഇതൊരു ദിവസം എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നൊരു വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. പക്ഷേ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഞാൻ എടുത്തില്ല. മോസ്റ്റ്ലി എല്ലാ ദിവസവും ഇതുപോലെ തന്നെയായിരിക്കും. എല്ലാവരും ഒരുമിച്ചിരുന്നാണ്, വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുക. സ്പെഷ്യലായിട്ട് ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പിന്നെ രസം, സാലഡ്, പിന്നെ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ലൊരു നാടൻ ഊണ് കഴിച്ചു. പിന്നെ അടുത്ത ദിവസം ഞാനും ഏട്ടനും കൂടി സൺറൈസ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ മാത്രമായിട്ട് ഇതുപോലെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും നാട്ടിൽ വരുമ്പോൾ തന്നെ പറ്റുള്ളൂ. പനിയൻ്റെ കയ്യിലൊരു ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്തേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞങ്ങൾ മാത്രമായിട്ടൊന്ന് കറങ്ങാൻ പോകണമെന്ന്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ജസ്റ്റ് പോയിട്ട് സൺറൈസ് കാണാൻ, കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യുക, തിരിച്ചു വരിക, അതാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മെറീന ബീച്ചിലേക്കാണ്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. കുറേ തമിഴ് സിനിമയിലും പാട്ടിലും ഒക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. മറീന ബീച്ചിൽ ഇപ്പോൾ ഒരുപാട് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടോ, നല്ല ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ അവരിങ്ങനെ നന്നായി ക്ലീൻ ചെയ്ത് അവിടെ കുറേ ഇപ്പോൾ ഇരിക്കാനും ഒക്കെയുള്ള കുറേ സെറ്റപ്പൊക്കെ ചെയ്ത് നല്ല രസമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മളൊരു ഡേ ടൈം പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ നടന്നില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് മറ്റേ MGR സ്മാരകം, ജയലളിത സ്മാരകമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ ഇപ്പോൾ തന്നെ സ്കൈ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ, ഒരു പ്രത്യേക കളറായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ സൺറൈസ് കാണാൻ വന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ബീച്ചിലെത്തി. ഇനി സൺ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എനിക്കിങ്ങനെ സൺറൈസ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരിക്കും. അന്നത്തെ ഒരു ദിവസം ഫുള്ള് പോസിറ്റീവായിരിക്കും നമുക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ. പക്ഷേ രാവിലെ എണീറ്റ് പോകാനുള്ള മടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാരണം അങ്ങനെ കാണാനുള്ള അവസരമൊന്നും കിട്ടാറില്ല. എന്നാലും കാണുമ്പോൾ കിട്ടുന്ന ചാൻസ് മിസ്സാക്കില്ല. അപ്പോൾ നമ്മുടെ സൂര്യനൊക്കെ ഉദിച്ച് വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ക്ലൗഡായ കാരണം അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല, എന്നാലും നല്ലൊരു ഫീലായിരുന്നു. അപ്പോൾ ആ സൂര്യനൊക്കെ ഉദിച്ച് വരുമ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ കളറൊക്കെ മാറി വരുമല്ലോ, അതൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മെറീന ബീച്ചിൽ നല്ല ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല മോഡിഫിക്കേഷനൊക്കെ വരുത്തി, ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളും കുറേ കളിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പം മോർണിംഗ് കൊണ്ടുവരായിരുന്നു. അവന് ഇവിടെ വന്നെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമായതിനെ, കളിക്കാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കി കുറച്ച് നേരം നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ഇപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ളതാണ് ഈ കരിപ്പട്ടി കോഫി അല്ലെങ്കിൽ കരിപ്പട്ടി ടീ എന്നൊക്കെ പറഞ്ഞാൽ. അത് മുൻപ് ഞങ്ങൾ പോണ സമയത്ത് ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞിട്ടാണ് വന്നപ്പോൾ. ഇവിടെ അച്ഛനമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഒരു 3-4 പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കോഫി അല്ലെങ്കിൽ ടീ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പാനീയം ഉണ്ടാവും അവരുടെ കയ്യിൽ. പക്ഷെ നല്ല ടേസ്റ്റാണ്, നമുക്ക് ആ ഒരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല, അടിപൊളിയാണ്. അതുകൂടാണ്ട് തന്നെ ഈ കരിപ്പട്ടിയോടുള്ള പലഹാരങ്ങളുണ്ട് കേട്ടോ. ഈ കൊഴുക്കട്ട, അട, ഹൽവ, പിന്നെ ഐസ്ക്രീം ഉണ്ട്. കരിപ്പട്ടി കൊണ്ടുള്ള ഐസ്ക്രീം ഉണ്ട്, ചിക്കു ഐസ്ക്രീം, മാംഗോ ഐസ്ക്രീം, ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ആയ കാരണം ജസ്റ്റ് ചായ കുടിച്ചു, ഒരു ബിസ്ക്കറ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ അടുത്തുള്ള വേറൊരു ബീച്ച് പോയി. അപ്പോൾ അത് ഞങ്ങൾ ഇതുവരെ പോവാത്തൊരു ബീച്ചായിരുന്നു. അതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ. എനിക്കത് കിട്ടുവാണെങ്കിൽ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അതും കുറച്ച് ചെറിയൊരു ബീച്ചായിരുന്നു, കുറച്ച് സൈലൻ്റായി, അത്ര തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ചായിരുന്നു.
ഇത് ക്രാബാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള കുറേ ഞണ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മുടെ അടുത്തേക്കൊന്നും വരില്ല, അകലെയാണ് നിൽക്കുക. പക്ഷെ അതിങ്ങനെ പോണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് നോക്കി തന്നെ കുറച്ച് നേരം ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഞങ്ങൾ പോയത് മുരുകൻ ഇഡ്ഡലി എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. ഇത് ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ഫുഡ്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. ദോശ ഇഡ്ഡലി ഒക്കെ സൂപ്പറാണ്. ഇത് എന്താ പറയുക, പൊടി ഇഡ്ഡലിയാണ്. ഇഡ്ഡലി പൊടിയിൽ ഇങ്ങനെ നെയ്യിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഇത് അഗെയിൻ അടുത്ത ദിവസമാണ്. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു വീക്ക് ഇൻ മൈ ലൈഫ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുന്നുള്ള കുറച്ച് നല്ല ദിവസങ്ങൾ അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ അടുത്ത ദിവസം ഞാനൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ വന്ന സമയത്ത് വിചാരിച്ചിരുന്ന, പക്ഷേ നടന്നില്ല. എല്ലാം ഈ ലാസ്റ്റ് സമയത്താണ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ വന്നത് പ്രമാണിച്ച് ഒരു ബിരിയാണി ഉണ്ടാക്കിയാണ്. അപ്പോൾ ബിരിയാണി ഞാൻ ഉണ്ടാക്കണേലും ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാനും അതുപോലെ ഒനിയൻ വറുക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയായി. ഇനി ദമ്മിട്ട് കുറച്ച് നേരം വെച്ചു. You don't like biryani? Disgusting food. Disgusting food. എനിക്ക് ബിരിയാണി ദം പൊട്ടിച്ചപ്പോഴേക്കും റിവ്യൂ വന്നു, അത് കൊള്ളില്ലാന്ന്. അതെൻ്റെ മോൻ്റെ വകയാണ്. അപ്പോൾ അവന് ബിരിയാണി ഇഷ്ടമല്ല, അത് കാരണം അവൻ കൊള്ളില്ല, അത് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഴിച്ചു പോലും നോക്കാണ്ട്. എല്ലാവരും ബിരിയാണി കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്നാണ് അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു മൊജിറ്റോ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സിറപ്പ് അവിടെ ഉണ്ടായിരുന്നു, ബ്ലൂ കളർ മൊജിറ്റോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് മൊജിറ്റോ ഉണ്ടാക്കി. ഇത് ഞങ്ങൾ തിരിച്ചു പോകുന്നതിൻ്റെ തലേം ദിവസമാണ്. ഞാൻ ആക്ച്വലി അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അവിടെ പോകണം, ഇവിടെ പോകണം, ഒരുപാട് ഫുഡ് കഴിക്കണം, ആ ഫുഡ് കഴിക്കണം, ഷവർമ കഴിക്കണം, അൽഫാം കഴിക്കണം, അങ്ങനെ ഒരു വലിയ ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. അപ്പോഴേ ഇവിടെ ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, അതൊന്നും നടക്കാൻ പോകുന്നില്ല, നീ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലും അവിടെ പോയാൽ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നല്ല നടക്കുന്ന കാര്യങ്ങൾ. നമുക്കിപ്പോൾ ഒരു 2 മാസത്തേക്ക് വന്നാലും, 1 മാസത്തേക്ക് വന്നാലും, 2 മാസത്തേക്ക് വന്നാലും, 4 മാസത്തേക്ക് വന്നാലും നമുക്ക് ടൈമില്ലാത്ത പോലെ തോന്നുക. പെട്ടെന്ന് ഓടിപ്പോകും സമയം, നമുക്ക് ഒട്ടും സമയം കിട്ടാത്ത പോലെ തോന്നും. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാനായാലും എല്ലാത്തിനും നമുക്ക് സമയമില്ലാത്ത പോലെ തന്നെയായിരിക്കും. അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുന്നെങ്കിലും കുറച്ച് കഴിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കഴിക്കാം എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. பிளேட்ல இருந்து அரிசி மாட்டி சாப்பிட்ற பத்தி நல்ல மம்மி നിനക്ക് വേണ അടുത്ത് തരാട്ടാ. சரிதா சொல்லக்கூடாதுன்னா எங்களை பார்த்தேன், அதனால அவர் வாங்கி கொடுத்தாரு. ഇവിടെ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഒരു ബഹളം തന്നെയാണ്. ഈ റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ് കിട്ടും. ഞാൻ ഒരുപാട് ഇതൊക്കെ കഴിച്ചിട്ടുള്ളത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. കുറേ പുതിയ പുതിയ ഫുഡുകളൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ നാട്ടിൽ ഞാൻ ഇത്രയൊന്നും ഇതുപോലെയൊന്നും കഴിച്ചിട്ടില്ല. കാരണം ഞാൻ ആ സമയത്തൊന്നും ഇങ്ങനെ കുറേയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറേയൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ കുറേ വെറൈറ്റി ഫുഡൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇതല്ലാണ്ട് ഈ കാളാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഈ മഷ്റൂം വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അതും ഞാൻ അവിടെ വന്നിട്ടാണ് കഴിച്ചത്. പക്ഷെ അത് ഇപ്രാവശ്യം കഴിക്കാൻ പറ്റിയില്ല.
പിന്നെ കുൽഫി ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്, റോസ് മിൽക്ക് ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്, ഗോലി സോഡ അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ചെന്നൈയിൽ വന്നതിന് ശേഷമാണ്. നാട്ടിൽ കുറേ പേര് കഴിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. ഈ ഒരു കടയിൽ പാനിപ്പൂരി കൂടാതെ മുറുക്ക് സാൻഡ്വിച്ച് ഉണ്ട്. അത് മുറുക്കിൽ ചെറിയ വട്ടത്തിലുള്ള മുറുക്കുണ്ടല്ലോ, ആ മുറുക്കിൽ വെജീസും ചീസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. ഇവിടെ ചെന്നൈയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇതൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണം അവിടെ US പോയപ്പോൾ ഇതൊക്കെ മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കണം എന്നുള്ള പ്ലാനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ലാസ്റ്റ് ഡേ ആണ് ടൈം കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് വേറൊരു കടയിൽ പോയി. ഇവിടെ അനിയന് എല്ലാ കടയും അറിയാം കേട്ടോ. അവൻ പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളത് മുൻപ്. ഇത് മുട്ട മസാല പറഞ്ഞ് വാങ്ങുന്നതാണ്. എഗ്ഗ്, പുഴുങ്ങിയ എഗ്ഗ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നടുവിൽ ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു മസാല വെച്ചിട്ട് തരും. അതും നല്ല ടേസ്റ്റാണ്. അതങ്ങനെ ആ ഒരു മുട്ട അങ്ങനെ വായിലിട്ട് കഴിക്കണം. ഹലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗോലി സോഡ കുടിക്കാൻ പോയി. ഞാൻ പറഞ്ഞില്ലേ, ഇതും ഞാനിവിടെ വന്നിട്ടാണ് ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ ഒരു അത്ഭുതമായിരുന്നു അന്നൊക്കെ. ഇതെങ്ങനെയാണ് ഈ ഗോലി വെച്ചിട്ട്, പിന്നെ അതിലിങ്ങനെ ഗോലി വെച്ചിട്ട് അടിച്ചിട്ട് അങ്ങനെയൊക്കെയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒരു അത്ഭുതമായിരുന്നു ഫസ്റ്റ് ടൈം ഇത് കാണുമ്പോൾ ഒക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതെല്ലാം കൂടി എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വിചാരിക്കേണ്ട. അതും ട്രാവൽ ചെയ്യുന്നതിൻ്റെ തലേന്ന് ദിവസം എല്ലാവരും ഫുഡൊക്കെ കുറച്ചുകൂടി കെയർഫുള്ളായിരിക്കുമല്ലോ. പക്ഷേ ഞങ്ങൾ എന്തായാലും ഇത് മിസ് ചെയ്ത് പോകണ്ട, എല്ലാം മിസ്സിങ് ആണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങളും കൂടി മിസ്സാക്കണ്ട എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, എല്ലാവരും കൂടി കഴിക്കുകയാണ്. അതും കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏട്ടന് ബോളി കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ പിന്നെ അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അത് എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മുടെ സൈഡിലല്ലോ, ട്രിവാൻഡ്രം സൈഡ്, അവിടെയൊക്കെ പാലട ബോളി കൂട്ടി കഴിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇതിവിടെ ഇവരിങ്ങനെ വെറുതെ കഴിക്കുവാണ്. അപ്പോൾ ഇത് കഴിക്കാനൊരാഗ്രഹം, അപ്പോൾ പിന്നെ അതും മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് ബാക്കി പാക്കിംഗ് പരിപാടിയിലാണ്. അപ്പം ഞങ്ങളുടെ പെട്ടി കൂടാണ്ട് കാർഡ്ബോർഡ് ബോക്സിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അച്ഛൻ അതൊക്കെ കെട്ടിത്തരുവാണ്. അടുത്ത ദിവസം നൈറ്റാണ് കേട്ടോ ഫ്ലൈറ്റ്. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. നമുക്ക് വരുമ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊന്നും തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കാരണം അതൊന്നും എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയിട്ടില്ല. ഇത് ഞങ്ങൾ പോണ സമയത്ത് അനിയനെടുത്ത 1-2 ക്ലിപ്സാണ്. ഇത് മാത്രമുള്ള എൻ്റെ കയ്യിൽ. എത്രയൊക്കെ പറഞ്ഞാലും ഇങ്ങനെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് വരാൻ പറ്റും, എന്നെല്ലാവരെയും കാണാൻ പറ്റും, അതൊക്കെ ഉണ്ടാവും മനസ്സിൽ. അപ്പം എന്തായാലും അങ്ങനെ തിരിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ നാട്ടിലത്തെ വ്ളോഗ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി എൻ്റെ നാട്ടിലെ വീഡിയോസ് അവസാനിക്കുകയാണ്. പിന്നെ നമുക്ക് US ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതുവരെ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.